back to my YouTube channel ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ട്രിപ്പിൾ ഫൈവ് ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ തിരക്കിലാണ്, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു എല്ലാ ചാനലിലും മര്യാദക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ചിലപ്പോൾ അപ്ലോഡ് ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ചില നല്ല സൂചനകൾ പ്രതീക്ഷിക്കാം. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്കിവിടെ ഏറ്റവും ഫസ്റ്റ് എനർജി തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന, അതായത് എന്താ പറയുക, ഇപ്പം നമ്മൾ പറയൂലേ മറ്റേ ഓൺലി മണി മാറ്റേഴ്സ്, അതായത് ഓൾവേസ് കോൺസെൻട്രേറ്റഡ് ഇൻ മണി, ഒരു മണി മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, വളരെ നന്നായിട്ട് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാനും, ചിലപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഇപ്പോൾ നന്നായിട്ട് ബിസിനസ് ചെയ്യുകയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം അത് നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൻ്റെ എനർജി കംപ്ലീറ്റ്ലി അതിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് എല്ലാം വേണം അല്ലേ? ഇപ്പോൾ റൊമാൻസ് വേണം, ജീവിതം വേണം, സന്തോഷം വേണം, സാമ്പത്തികം വേണം, അങ്ങനെ എല്ലാം. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചില സമയത്ത് ഈ വ്യക്തി ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കരമായിട്ട് ആ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് മാത്രം പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ സാമ്പത്തിക സ്ഥിതിയിലേക്ക് മാത്രം പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാം, അത് കഴിഞ്ഞിട്ടേ വേറെ എന്തുമുള്ളൂ, അതിനുശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ മതി, അല്ലെങ്കിൽ അതിനുശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് ഈ പേഴ്സണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് ഒരു പരിധിവരെയും ഈ റിലേഷൻഷിപ്പിനെ എവിടേക്കോ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അതിശക്തമായി തന്നെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. യെസ്, അതായത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു വിഷമം വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ തകർത്തെറിഞ്ഞിട്ടുള്ളത്, തകർത്ത് കളഞ്ഞിട്ടുള്ളതും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകൾ കൊണ്ട് മാത്രമാണ്. അപ്പം അത് ഒരിക്കലും ഈ പേഴ്സൺ വിചാരിച്ചിരുന്നില്ല അങ്ങനെയൊക്കെ ആയി പോകും എന്നുള്ളത്. പക്ഷേ ഈ വ്യക്തിക്ക് എന്തോ അങ്ങനെ നിങ്ങളുടെ അടുത്ത് പെരുമാറേണ്ടി വന്നു. അത് എപ്പോഴും ഈ പേഴ്സൺ ബിസിനസ്, സാമ്പത്തികം, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനോ ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല. അപ്പം അതിനെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പല രീതിയിലും കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ടാകാം, അതായത് നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം. അപ്പം നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കണം, നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പല രീതിയിൽ ഈ പേഴ്സണോട് എന്താ പറയുക, യാചിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാകാം, ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, ഉപദേശിച്ചിട്ടുണ്ടാകാം. അപ്പം ഈ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം എന്താന്ന് വെച്ചാൽ, ഇവിടെ ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പോലും ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിൻ്റെ ആഴം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിൻ്റെ പ്രാധാന്യം അത് മനസ്സിലാക്കാതെ നിങ്ങളുടെ മെക്കിട്ട് കടിച്ചു കീറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു മെക്കിട്ട് കടിച്ചു കീറുക, നിങ്ങളുടെ ചോദ്യത്തിന് ഈ പേഴ്സൺ ഉത്തരമില്ലാതെ ആയി വരുമ്പോൾ എന്താണ്, ഉത്തരം മുട്ടുമ്പോൾ നമ്മൾ കൊഞ്ഞനം കുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ, ഉത്തരം മുട്ടുമ്പോൾ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുക, നിങ്ങളോട് പോയി പണി നോക്കാൻ പറയുക, നിങ്ങളെ വേദനിപ്പിക്കുക, ഈ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സൺ വളരെയധികം
കുറ്റബോധം വരുന്നുണ്ട്. മനസ്സിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുകയാണെങ്കിൽ നെവർ എൻഡിങ് സ്റ്റോറിയാണ്. കാരണം ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളൊരു സത്യം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു സ്റ്റോറി എൻഡ് ആവത്തില്ല. അതായത് ഈ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം ഒരിക്കലും നശിഞ്ഞു പോകത്തില്ല, അല്ലെങ്കിൽ ഒരിക്കലും നിന്നു പോകത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ എന്താ പറയാ, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നെവർ എൻഡിങ് സ്റ്റോറിനെ കുറിച്ചിട്ട് ഈ വ്യക്തി ഇപ്പോൾ ഒരു തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഇത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് കുറച്ച് നാളത്തേക്ക് ഇത് ശരിയാവുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകണം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ റിലേഷൻഷിപ്പ് പൊക്കോളും, താനെ എൻഡ് ആയിക്കോളും, നിന്ന് പൊക്കോളും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകണം. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അത് തെറ്റിദ്ധാരണ ആയിരുന്നു എന്നും അത് മണ്ടത്തരമായിരുന്നുവെന്നും ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയൊന്നും നിന്നു പോകില്ല എന്നും ഈ പേഴ്സൺ എന്താ പറയാ, യെസ്, അതായത് ഈ പേഴ്സൺ അത് മനസ്സിലാക്കുന്നത് ഒരിക്കലും നിന്ന് പോകില്ല, ഇതെപ്പോഴും എന്നേക്കും നിലനിൽക്കുന്ന ഒരു കണക്ഷൻ ആണ് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുകയാണ്. അതുപോലെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ജോലികൾ, അത് എപ്പോഴും വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ജോലി ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ഒരുപാട് ജോലി ചെയ്യുന്നു, ഒരേ സമയം തന്നെ ഒരുപാട് ജോലി ചെയ്യുന്നു, ആ ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വർക്ക് പാറ്റേൺ എപ്പോഴും ഈ വ്യക്തിക്ക് നെഗറ്റിവിറ്റി ആണ്. അതായത് നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ ഒരാൾ ഒരു ജോലി ചെയ്യുന്നു, അതിനെ നമ്മൾ നെഗറ്റീവായിട്ട് പറയല്ല, പക്ഷെ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അടുത്തൊരു മാസത്തേക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ഈ പേഴ്സൺ. ചിലപ്പോൾ വിദേശത്തായിരിക്കാം, ദൂരെ ആയിരിക്കാം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ക്ഷീണം, അതിന് വേണ്ടിയിട്ട് ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കരിയർ പരമായിട്ടുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് എവിടെയും എങ്ങും എത്താൻ പറ്റിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, എത്താൻ പറ്റിയിട്ടുമില്ല, അതിലൊരു തീർപ്പുണ്ടാക്കാനും പറ്റിയിട്ടില്ല. ഈ വ്യക്തിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകാം, ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ പേഴ്സൺ വളരെ എന്താ പറയാ, ആ ഒരു കാര്യത്തിലേക്ക് മാത്രം, അതായത് ബാധ്യതകളുണ്ട്, കടങ്ങളുണ്ട്, അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്തേ പറ്റൂ, എനിക്ക് വേറെ വഴിയില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തു കഴിയുമ്പോൾ അവരുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ ആ ജോലിയിൽ അസ്വസ്ഥനാകുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ എന്താ പറയാ, ആ ഒരു ദേഷ്യം നിങ്ങളോട് കാണിക്കുന്നു. മനസ്സിലായോ? ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ മാത്രമാണ് ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് മാത്രമാണ് ദേഷ്യപ്പെടുന്നത്, നിങ്ങളെ മാത്രമാണ് വേണ്ടാത്തത് എന്ന് വിചാരിക്കും. പക്ഷെ അത് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഈ പേഴ്സൺ അത് പെരുമാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു സോൾ ഫ്ലെയിം ആണ്. ഇത് പലവർക്കും ചെറിയ രീതിയിൽ, വളരെ കുറച്ച് ആൾക്കാർക്ക് ട്വിൻ ഫ്ലെയിം ജേർണി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു സോൾമേറ്റ് കണക്ഷനും കൂടിയാണ്. പക്ഷെ ഈ പേഴ്സന്റെ സോൾ പർപ്പസിലേക്ക് ഈ പേഴ്സൺ എത്തിയിട്ടില്ല. ഒരു പക്ഷെ നിങ്ങളും ഓക്കെ, ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ജന്മലക്ഷ്യങ്ങളുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ആ ഒരു ആ ഒരു സോൾ പർപ്പസിലേക്ക്, അതായത് ആ ഒരു ജന്മലക്ഷ്യത്തിലേക്ക് പലപ്പോഴും എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതും ഇവിടെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു നെട്ടോട്ടത്തിലും കൂടിയാണ് ഈ പേഴ്സൺ ഓടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ടാണ് ഒരു കാര്യത്തിലും ഒന്നിലും ഒരു തൃപ്തി ഇല്ലാതെ നിൽക്കുന്നത്, ഒരു കാര്യത്തിലും ഒരു തൃപ്തി കണ്ടെത്താനാകാതെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇവിടെ ഒരുപാട് പാർഷ്യാലിറ്റി കാണിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം എന്താ പറയാ, പാർഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇംപാർഷ്യാലിറ്റിയിലേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരുപാട് പാർഷ്യാലിറ്റി നടന്നിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങളാണെങ്കിലും ഈ പേഴ്സണ് പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരിക്കാം, ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ സമയത്തിനോ വേണ്ടിയിട്ട് പ്രാധാന്യം നൽകിയിട്ടില്ലായിരിക്കാം. അതായത് വേറൊരാൾക്കാർക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങൾക്ക് തരുന്നില്ല, ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് തരുന്നില്ല, അങ്ങനത്തെ അവസ്ഥകളൊക്കെ.
അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പാർഷ്യാലിറ്റി അല്ലെങ്കിൽ ആ ഒരു പക്ഷാഭേദം എല്ലാം മാറ്റി വെച്ചിട്ട് അതായത് ഒരു ആൾക്കാരോട് മാത്രം പ്രാധാന്യം കൊടുക്കുക, ഒരാൾക്കാരെ പറ്റി മാത്രം ചിന്തിക്കുക, അവരുടെ കൂടെ മാത്രം നിൽക്കുക. അങ്ങനത്തെ ചിന്താഗതിയെല്ലാം മാറ്റിയിട്ട് എല്ലാവരെയും ഒരുപോലെ കാണാനും എസ്പെഷ്യലി നിങ്ങളെയും കൂടി ഒരുമിച്ച് കാണാനുമുള്ള ഒരു മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സൂചനകൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം അധികമായിട്ട് കാണിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങളെ അധികം ഫോണിൽ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് ഈ പേഴ്സൺ എങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടി ഈ പേഴ്സൺ സമയം ചെലവഴിക്കുന്നു, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുന്നു. മനസ്സിലായോ? നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഈ വ്യക്തി തയ്യാറാകുന്നു. ഈ സിറ്റുവേഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ തന്നെ ചില നല്ല സൂചനകൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.